നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വിളവെടുക്കാറായ നെൽകൃഷി കരിഞ്ഞ് കേടായ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കർഷകർ ആശങ്കയിൽ. പുത്തഞ്ചിറ പാറപ്പെട്ട കുറുങ്ങാപ്പാടം പാടശേഖരത്തിലെ നെൽകൃഷിയാണ് ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരിക്കുന്നത്. മതിലകം താമരക്കുളത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എസ്.എൻ. പുരം കല്ലിക്കാട്ട് അശോകന്റെ മകൻ 33 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു പെൻഷൻ അനുവദിച്ചു. ക്രിസ്മസ് പ്രമാണിച്ച് 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി. വാർത്തകൾ വിശദമായി. വിളവെടുക്കാറായ നെൽകൃഷി കരിഞ്ഞ് കേടായ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കർഷകർ ആശങ്കയിൽ. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ പാറപ്പെട്ട കുറുങ്ങാപ്പാടം പാടശേഖരത്തിലെ നെൽകൃഷിയാണ് ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരിക്കുന്നത്. 92 ഏക്കറോളം സ്ഥലത്താണ് കർഷകർ കൃഷി ചെയ്തത്. വിരിപ്പ്, മുണ്ടകൻ എന്നിങ്ങനെ 2 പൂക്കൃഷിയാണ് സാധാരണ ഇവിടെ ചെയ്യാറുള്ളത്. ഇത്തവണ ചെയ്ത മുണ്ടകൻ കൃഷിയിലാണ് നെല്ല് ഉണങ്ങിക്കരിഞ്ഞ നിലയിലായത്. KSDCയിൽ നിന്ന് ലഭിച്ച നെന്മണി ഉമാവിത്തുകളും കർഷകർ വാങ്ങിയ പൗർണമി വിത്തുമാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. ഇതിൽ 90% ചെയ്ത നെന്മണി ഉമാവിത്തുകളുടെ വിളവെടുക്കാറായ നെല്ലാണ് കേടായിരിക്കുന്നത്. എന്നാൽ പൗർണമി നെൽവിത്തിന്റെ നെല്ലിന് യാതൊരു കേടുമില്ലെന്ന് കർഷകർ പറയുന്നു. 92 ഏക്കറോളം ഈ തവണ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ വിരിപ്പ് കൃഷിയും ചെയ്യുന്നുണ്ട്, മുണ്ടകൻ കൃഷിയും ചെയ്യുന്നുള്ളതാണ്. പുത്തഞ്ചിറയിൽ വ്യത്യസ്തമായി ഇതര പാടശേഖരം വ്യത്യസ്തമായി കൊണ്ട് ഇവിടെ മാത്രമാണ് ചുരുക്കത്തിൽ 2 പൂ കൃഷി ചെയ്യുന്നത്. ഈ 2 പൂ കൃഷി കഴിഞ്ഞാലും കുറേ സ്ഥലങ്ങളിൽ പച്ചക്കറി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷികൾ ചെയ്യുന്നുണ്ട്. ഈ തവണ ഈ മുണ്ടകൻ കൃഷിക്ക് ഈ തവണ ചെയ്തിട്ടുള്ളത് പൊന്മണിയും അതുപോലെ തന്നെ ഉമയും വിത്തുകളാണ്. ഈ 2 വിത്തുകൾ നമുക്ക് KSDCയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. ഏതാണ്ട് 2800 കിലോ വിത്താണ് നമ്മൾ ഇതിനു വേണ്ടി ഇവിടെ ഈ പാടത്ത് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ വിത്ത് തികയാതെ വന്നപ്പോൾ കുറച്ച് പേര് പൗർണമി വിത്തും അത് ലോക്കലായിട്ട് വാങ്ങി ചെയ്ത പൗർണമി കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഈ ഇതിൽ കാണുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ, കേടുകൾ സംഭവിച്ചിട്ടുള്ളത് ഈ മറ്റേ പൊന്മണിയും അതുപോലെ തന്നെ ഉമയും കൃഷി ചെയ്തിട്ടുള്ള നെല്ലുകളിലാണ്. പൗർണമി കൃഷി ചെയ്തിട്ടുള്ളവർക്ക് ഈ നെല്ലിന് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങൾ കാണുന്നില്ല. കുമ്മായക്കുറവിന്റെ പോരായ്മയൊഴിച്ചാൽ ബാക്കി എല്ലാ കീടനാശിനി പ്രയോഗങ്ങളും വളപ്രയോഗങ്ങളും കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നെല്ല് കേടായത് എന്ന ആശങ്കയിലാണ് കർഷകർ. വിവരം അറിയിച്ചതിനെ തുടർന്ന് പുത്തഞ്ചിറ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് PK ബിജു, MS ചിക്കു, ബിജുമോൻ എന്നിവർ കൃഷിസ്ഥലം സന്ദർശിച്ച് വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്കായി കൊണ്ടുപോയി. 60ഓളം കർഷകരാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ലോണെടുത്തും പലിശക്കെടുത്തും കടം വാങ്ങിയും മറ്റും ചെയ്ത കൃഷിയാണ് ഒന്നും ലഭിക്കാത്ത അവസ്ഥയിലായത്. കൃഷി ഉദ്യോഗസ്ഥർ തങ്ങളുടെ ദുരിതാവസ്ഥ മനസ്സിലാക്കി വേണ്ട നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ES ശശിധരൻ, സെക്രട്ടറി ഉല്ലാസ് വില്ലമംഗലത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. കർഷകരാകെ വല്ലാത്തൊരു അങ്കലാപ്പിലാണ് ഇവിടെ ഇപ്പോൾ വിഷമസന്ധിയിലാണ് നിൽക്കുന്നത്. കൊയ്യാൻ പോലും കൊടുക്കേണ്ട കാശ്, കൊയ്ത്ത് മെഷീന് കൊടുക്കേണ്ട കാശ് പോലും കൊടുക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ മഴ അധികരിച്ച് വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കുറേ ഭാഗങ്ങൾ വിളഞ്ഞു കഴിഞ്ഞു. ആ വിളവ് വന്ന ഭാഗങ്ങളിൽ കൊയ്യാനായിട്ട് മെഷീൻ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വളരെയധികം തുക ഈ മേഖലയിൽ ലോണെടുത്തും കടം വാങ്ങിയും ഒക്കെ തന്നെ വട്ടിപ്പലിശയ്ക്കടക്കം കടം വാങ്ങി കൃഷി ചെയ്യുന്ന ധാരാളം നെൽകർഷകരകത്തുണ്ട്. ഇതിൽ പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ വമ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കുറേ കർഷകർ ഒരുപക്ഷെ ആത്മഹത്യയുടെ ഒരു വക്കീലത്തെ എത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഒരു ഒന്നും തിരിച്ചു കിട്ടാത്ത ഒരു മണി നെല്ല് പോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ഇതിനുള്ള ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടപരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. മീഡിയ ടൈം. മാള. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മതിലകം താമരക്കുളത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മതിലകം 8ാം വാർഡിൽ എസ്.എൻ. പുരം കല്ലിക്കാട്ട് അശോകന്റെ മകൻ 33 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. 10 മാസം മുമ്പായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിൽ ഇടിക്കുകയായിരുന്നു. അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന അഖിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മരിച്ചത്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11-ന് പെരിഞ്ഞനത്തെ പൊതുശ്മശാനത്തിൽ നടന്നു.
സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു പെൻഷൻ അനുവദിച്ചു. ക്രിസ്മസ് പ്രമാണിച്ച് 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 27 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലാണ്. ഇതിനാവശ്യമായ പണത്തിന്റെ 98% കേരളവും 2% കേന്ദ്ര സർക്കാരിൽ നിന്നുമാണ് ലഭിക്കുന്നത്. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 5.88 ലക്ഷം പേർക്കാണ് ശരാശരി 300 രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് 1600 രൂപയും കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ 2023 ജൂലൈ മുതലുള്ള 425 കോടിയോളം രൂപ ഈ നവംബർ വരെ കുടിശ്ശികയുണ്ട്. കൂടപ്പുഴ ശ്രീ നാരായണ സമാജം ട്രസ്റ്റ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന് കൊടിയേറി. കൂടപ്പുഴ രാജൻ മാത്തോലിയുടെ വസതിയിൽ നിന്ന് പുറപ്പെട്ട കൊടിക്കുറ വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ കൊടിക്കൂറയെ സ്വീകരിച്ചു. തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. മേൽശാന്തി K ബാബുലാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KA ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി AT ബാബു, ട്രഷറർ KG സുന്ദരൻ, വൈസ് പ്രസിഡന്റ് K പരമേശ്വരൻ, ES സനിയൻ, ജോയിന്റ് സെക്രട്ടറിമാരായ TK ബാബു, CS സത്യൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഡിസംബർ 24 ചൊവ്വാഴ്ചയാണ് കാവടി മഹോത്സവം. രാവിലെ 8-ന് വിവിധ കരകളിൽ നിന്നും പുറപ്പെട്ട കാവടി സംഘങ്ങൾ ഉച്ചയ്ക്ക് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. അന്നദാനം നടക്കും. വൈകിട്ട് 5-ന് സൗത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന കാവടി ഘോഷയാത്ര രാത്രി 10-ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് പള്ളിവേട്ട 25 ബുധനാഴ്ച രാവിലെ 7:30-ന് ആറാട്ട് കൂടപ്പുഴ ആറാട്ടുകടവിൽ നടക്കും. മാള ഹോളി ഗ്രേസ് അക്കാദമി CBSE സ്കൂൾ 25-ാം വാർഷികാഘോഷം സിൽവർ ജൂബിലിയത്തിന് തുടക്കമായി. ഇരിങ്ങാലക്കുട അതിരൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ആദ്യദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സിൽവർ ജൂബിലിയുടെ കൃത്യമായിട്ടുള്ള മംഗളങ്ങൾ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. 25 വർഷം മുമ്പ് ആരംഭിച്ച കോളേജിൽ ഇന്ന് CBSE എഞ്ചിനീയറിംഗ് കോളേജ്, MBA കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഫാർമസ്യൂട്ടിക്കൽ കോളേജ്, പോളിടെക്നിക് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ സമൂഹത്തിന് വലിയ സേവനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും വിദ്യാർത്ഥികളുടെ തലമുറകൾക്ക് അക്ഷരദീപം അവരുടെ അധ്യാപകരെ എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. ഇതൊരു മത്സരങ്ങൾ നിറഞ്ഞ കാലമാണ്. മത്സരങ്ങൾ വിസ്മയങ്ങൾ നിറഞ്ഞ കാലമാണ്. ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് ഒരു പുതിയ അറിവ് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി ലൈബ്രറിയിൽ പോയി പരിശോധിക്കണം. സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ രജത ജൂബിലി ലോഗോ പ്രകാശനവും വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ഡയറക്ടർ ജോസഫ് ആലുങ്കൽ, സ്കൂൾ പ്രിൻസിപ്പൽ ബിനി M, സുറുമി നസീർ, സ്കൂൾ വൈസ് ക്യാപ്റ്റൻ മുഹമ്മദ് യാനിസ്, സ്പോർട്സ് ക്യാപ്റ്റൻ ആഷ്ലി മോൺസി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കർണാടക സംഗീതം, പാശ്ചാത്യ നൃത്തം, ആയോധനകല, യോഗ പ്രദർശനം എന്നിവയും സോൾ ഓഫ് ഇന്ത്യ തീം ആസ്പദമാക്കി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ ATUC മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPM മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കാതെ വരിക. കാരണം ഏകദേശം 2 വർഷത്തോളമായിട്ട് ഈ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് അവരുടെ പെൻഷനും അതോടൊപ്പം തന്നെ അവരുടെ മറ്റുള്ള അതായത് വിവാഹ ആവശ്യത്തിനുള്ള അപേക്ഷകൾ, അവരുടെ മരണാനന്തര സഹായങ്ങൾ, അവരുടെ മാരക രോഗം വന്നവർക്കുള്ള സഹായത്തിനുള്ള അപേക്ഷകൾ, അങ്ങനെ ഒട്ടേറെ അപേക്ഷകളൊക്കെ തന്നെ ഈ കെട്ടിടനിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ ക്ഷേമനിധി ബോർഡിൽ കെട്ടിക്കിടക്കുകയാണ്. ഈ അപേക്ഷകളൊക്കെ ഇതിന് ഉടനെ പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിന് പണം കണ്ടെത്തേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ATUCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒട്ടേറെ സമരങ്ങളുടെ ഭാഗങ്ങളിൽ ഒന്നാണ് പഞ്ചായത്തുകൾ സെസ് പിരിക്കുക എന്നുള്ളത്. പഞ്ചായത്തുകളിലെ കെട്ടിടങ്ങളിലെ
കൃത്യമായി സെസ് പിരിച്ചെടുത്ത് ക്ഷേമനിധി ബോർഡിലേക്ക് പണം അടച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേമനിധി ബോർഡിനെ തനതായി പ്രവർത്തിക്കാനുള്ള വേണ്ട സാമ്പത്തിക ശേഷി ഉണ്ടാവുകയും അതുവഴി നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കേണ്ട പെൻഷനുകളും കൃത്യമായി കൊടുക്കാൻ കഴിയും. KV സുജിത്ലാൽ അധ്യക്ഷത വഹിച്ചു. PK വിശ്വംഭരൻ, ഇന്ദിരാ ദിവാകരൻ, ലളിത ചന്ദ്രശേഖരൻ, TN വേണു, AN ഹക്കിം, VN ചന്ദ്രബോസ്, P സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ ഉടൻ സെസ് പിരിച്ചെടുക്കുക, ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കുക, ആനുകൂല്യങ്ങളും പെൻഷനും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പൊയ്യ യൂണിറ്റ് സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിൽ മേഖലയിൽ AKTA എന്ന് പറയുന്ന നമ്മുടെ സ്വതന്ത്രമായി കൂട്ടായ്മയല്ലാതെ മറ്റൊരു സംഘടനയും പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി നിലവിൽ വരികയും അതിൻ്റെ നിയമത്തിൻ്റെ ഗുണഫലങ്ങൾ നമ്മുടെ അംഗങ്ങൾ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്ന കാലഘട്ടമായപ്പോഴാണ് ദേശീയ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഉൾപ്പെടെ CITU ആയിരുന്നാലും INTUC ആയിരുന്നാലും BMS ആയിരുന്നാലും AITUC ആയിരുന്നാലും അത്തരത്തിലുള്ള ആളുകളൊക്കെ തയ്യൽ തൊഴിൽ സംഘടനാ മേഖലയിലേക്ക് കടന്നു വരികയും ആ കടന്നുവരവ് മാത്രം ഉണ്ടാകുകയും തയ്യൽ തൊഴിലാളി സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും നിലവിലുള്ളത്. നമ്മളാണെങ്കിൽ തയ്യൽ തൊഴിലാളി സമൂഹത്തിനെതിരെ വരുന്ന വിഷയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയുടെ അംശാദായം 2020 20 രൂപയിൽ നിന്ന് 50 രൂപയാക്കി വർദ്ധിപ്പിച്ചു. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. 50 രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞത് ഗസറ്റ് വിജ്ഞാപനം വഴി നമുക്ക് തന്ന ഉറപ്പ് 18 വയസ്സിൽ ചേരുന്ന ഒരാൾ 42 വർഷക്കാലം ക്ഷേമനിധിയിലെ പണമടച്ച് പിരിയുമ്പോൾ അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യം 1,50,000 എന്നാണ്. ഏരിയ സെക്രട്ടറി ലീല ശ്രീധരൻ, പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ, സന്ധ്യ ടൈറ്റസ്, ഷീല ജോസ്, K ശോഭന എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വിളവെടുക്കാറായ നെൽകൃഷി കരിഞ്ഞ് കേടായ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ കർഷകർ ആശങ്കയിൽ. പുത്തഞ്ചിറ പാറപ്പെട്ട കുറുങ്ങാപ്പാടം പാടശേഖരത്തിലെ നെൽകൃഷിയാണ് ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരിക്കുന്നത്. മതിലകം താമരക്കുളത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. SN പുരം കല്ലിക്കാട്ട് അശോകന്റെ മകൻ 33 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു പെൻഷൻ അനുവദിച്ചു. ക്രിസ്മസ് പ്രമാണിച്ച് 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.